ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കൊന്ന് സ്പെഷ്യൽ ആക്കിയെടുക്കാം. ഇന്നത്തെ തീം ഇന്ത്യൻ ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ഞാനിവിടെ അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക അവസരത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന അപ്പത്തിൻ്റെ മാവിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. നോക്കിക്കേ, അപ്പം കണ്ടോ എന്തൊരു സോഫ്റ്റ് ആണെന്ന്. ഈ അപ്പത്തിന്റെ റെസിപ്പി ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആയതുകൊണ്ട് ഇന്ന് ജസ്റ്റ് ഈ അപ്പത്തിന്റെ മാവ് വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇവിടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ ട്രൈ കളേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്ന് നോക്കാം. ഗ്രീൻ കളറിന് വേണ്ടി ഞാൻ സ്പിനച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചൂടുള്ള വെള്ളത്തിൽ സ്പിനച്ച് 1 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം അതിന്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് അരച്ചെടുത്തേക്കുന്നതാണിത്. ഫ്ലാഗിന്റെ ടോപ്പിലുള്ള ഡീപ്പ് സാഫ്രൻ കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ക്യാരറ്റ് ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്യാരറ്റ് എടുത്ത് അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് ശരിക്കും അരച്ചെടുത്തതിന് ശേഷം അത് ഞാൻ ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസിന് പകരം നിങ്ങൾക്ക് സാഫ്രോണും യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റാറും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്പിനച്ചിന്റെ മിക്സിലോട്ട് നമുക്ക് ഒരു തവി അപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടിരിക്കണം. ശരിക്കും ഇളക്കിയെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ക്യാരറ്റ് ജ്യൂസിലോട്ട് ഒരു 3 തവി മാവ് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ക്യാരറ്റ് ജ്യൂസിന്റെ ബാറ്റർ മിക്സ് കുറച്ച് ലൂസായിട്ടിരിക്കണം സ്പിനച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഫ്ലാഗിലെ വൈറ്റ് കളറിന് വേണ്ടി ഞാൻ അപ്പം ബാറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാറ്ററിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഇതിലൊന്നിലും ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പം 3 കളറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പച്ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ ഫസ്റ്റ് ക്യാരറ്റിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് ജ്യൂസ് ബാറ്റർ ഒഴിച്ച് ഞാൻ അപ്പച്ചട്ടി കറക്കിയെടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കറക്കിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള നമ്മുടെ നോർമൽ അപ്പം ബാറ്റർ ഒഴിക്കുമ്പം വൈറ്റ് കളർ അത്ര ക്ലിയർ ആയിട്ട് വരത്തില്ല. ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ബാറ്റർ ലെയർ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ അപ്പം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞ് അത് സെറ്റായി കഴിയുമ്പോൾ സ്പിനച്ച് ബാറ്റർ ലെയറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അപ്പം ഉണ്ടാക്കിയെടുക്കുമ്പം ഓരോ ലെയറും ഒരു 80% വെന്തതിന് ശേഷം മാത്രമേ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ബാറ്ററുകളെല്ലാം കൂടി മിക്സായി കളറുകൾ പ്രോപ്പറായിട്ട് വരത്തില്ല. ഇപ്പോൾ അപ്പം ഞാൻ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കൊരു സ്റ്റാർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് അപ്പം പാനിൽ നിന്ന് മാറ്റാം. നമ്മുടെ തീം ബേസ്ഡ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി അപ്പമാണ്. നമ്മുടെ നോർമൽ അപ്പത്തിൽ നിന്ന് ഒരു ചേഞ്ച് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു.